നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്തിമ വിശകലനത്തിനായി സിപിഐഎം സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. തോൽവിയുടെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും ഞായർ തിങ്കൾ ദിവസങ്ങളിലായി സംസ്ഥാന സമിതി നടക്കും. ജിബിൻ ജെബി ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജിബിൻ, അങ്ങനെ താഴെത്തട്ട് മുതൽ കേട്ട് വന്നതാണ്. കേട്ടെന്ന് പറഞ്ഞാൽ തുറന്നടിച്ച് നല്ല അടി വാങ്ങിയാണ് നേതൃത്വം നിൽക്കുന്നത്. അപ്പോൾ ഏരിയ തലം മുതൽ ഇങ്ങോട്ട് വന്ന വിമർശനങ്ങളെയൊക്കെ ക്രോഡീകരിക്കുമ്പോൾ വിമർശനങ്ങളുടെ ഒരു ക്രോഡീകരണം തന്നെയാണ്, അല്ലെങ്കിൽ വിമർശനങ്ങളുടെ ഒരു നീണ്ട പട്ടികയായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തയ്യാറാക്കി സംസ്ഥാന സമിതിയിലേക്ക് അവതരിപ്പിക്കാനും പോകുന്നത്. തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് LDFന് വലിയ രീതിയിലുള്ള ഈ ഒരു തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായതിനു ശേഷമാണ് തൊട്ടടുത്ത ദിവസം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏരിയ കമ്മിറ്റി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു. മെയ് മാസം പകുതിയോട് കൂടിയാണ് ഏരിയ കമ്മിറ്റി തല ചർച്ചകൾ നടന്നത്. ഇവിടെയെല്ലാം തന്നെ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിശകലനമാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് തോൽവി അത് എങ്ങനെയുണ്ടായി എന്ന് പഠിക്കുന്നതിന് വേണ്ടി 34 ഇന ചോദ്യങ്ങളുമായി താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ എന്തായിരുന്നു വികാരമെന്ന് പഠിക്കുന്നതിന് വേണ്ടി 34 ഇന ചോദ്യങ്ങളുമായി തന്നെ CPM സംസ്ഥാന നേതൃത്വം എത്തുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല എല്ലാ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും എല്ലാം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുമായിരുന്നു. അക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ചർച്ചയാവുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ അന്തിമ റിപ്പോർട്ട്. കാരണം ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ ഏരിയ കമ്മിറ്റി തലം മുതൽ ചർച്ച ചെയ്ത ആ റിപ്പോർട്ടുകളെല്ലാം തന്നെ എത്തുന്നത്. ഇതുമായി വെച്ചുകൊണ്ടായിരിക്കും വിശദമായിട്ടുള്ള ഒരു ചർച്ച നടക്കുക. അതിനുശേഷമായിരിക്കും അന്തിമ വിശകലനം ചെയ്തതിനു ശേഷം ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുക. അതിനുശേഷമായിരിക്കും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന സമിതിയിലേക്ക് ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുക. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.